എൻ്റെ മോന് ആത്മഹത്യ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യും. ദുരൂഹതകൾ തന്നെ ഉണ്ട്. ശരീരത്തിൽ മുറിപ്പാട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവള് പറഞ്ഞിരിക്കുന്ന 2 മണിക്ക് ശേഷം കടിച്ച് ചവച്ച് തിന്നുന്നതാണ്. ഈ 23 ദിവസവും ഈ പെണ്ണ് തുണി ഉടുക്കാതായിരുന്നോ നിന്നത് സാറേ? ഞങ്ങൾക്ക് പണമില്ല മാഡം. അപ്പം പണമുള്ളവരുടെ കൂടെ ഇന്ന് നിയമം നിൽക്കത്തുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി കോഴിക്കോട് മൂത്തേത്ത് കടവിലാണ്. കഴിഞ്ഞ ഏപ്രിൽ 17-നാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലെ സനീഷ് എന്ന യുവാവ് ഒതളങ്ങ കഴിച്ച് മരണപ്പെടുന്നത്. ദുരൂഹമായ ഈ മരണത്തിന്റെ ചില കാരണങ്ങൾ ചുരുളഴിയുമ്പോൾ ഈ കുടുംബങ്ങൾക്ക് ചിലത് ആരോപിക്കാനുണ്ട്. എൻ്റെ കൂടെയുള്ളത് ഈ മരിച്ചുപോയ സനീഷിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളുമാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ ഈ മരണകാരണം എന്താണ് പറയുന്നത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒതളങ്ങ ഉള്ളിച്ചെന്ന് മരണപ്പെട്ടെന്നാണ് പറയുന്നത്. നമുക്കിനി കിട്ടാനുള്ളതെന്ന് പറയുന്നത് ലാബ് റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ലാബ് റിപ്പോർട്ടാണ്. പിന്നെ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഒരുപാട് ദുരൂഹതകൾ തന്നെ ഉണ്ട്. ശരീരത്തിൽ മുറിപ്പാട് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഹോള് പോലുള്ളൊരു തുളയുണ്ട് വയറിൻ്റെ അടുത്ത്. പിന്നെന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ബാക്ക് ഭാര്യയിൽ സ്ക്രാച്ച് രേഖപ്പെടുത്തുന്നുണ്ട് 4 എണ്ണം. 3, 4 ഇതെല്ലാം ദുരൂഹതകൾ തന്നെ. ഇവിടെ നമ്മുടെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നമ്മൾ 18-ാം തീയതി തന്നെ പരാതി കൊടുത്തതാണ്. യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഈ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്നാണോ ആരോപിക്കുന്നത്? ആണ്, അത് തന്നെയാണ്. ആത്മഹത്യ ഒരിക്കലും എന്തായാലും ചെയ്യത്തില്ല. കാരണം ഒരുപാട് പേരെടുത്ത് അവള് പറഞ്ഞു കൊന്നേ കൊടുക്കത്തു. അവളെന്ന് വെച്ചാൽ ആരെയാണ്? ഷീജ പറഞ്ഞു. ഷീജ ആരാണ്? ഷീജ ഇദ്ദേഹത്തിന്റെ മറ്റൊരു കാമുകിയാണ്. അവർക്കൊപ്പമായിരുന്നു അവസാന സമയങ്ങളിൽ. 2 മാസം പൂർണ്ണമായിട്ടും ഞങ്ങളെ ഉപേക്ഷിച്ച് ആ സ്ത്രീക്കൊപ്പമായിരുന്നു. ഇതിനെല്ലാം കൂട്ടുനിന്നതെന്ന് പറയുമ്പോൾ ഒരു കൂട്ടുകാരനുണ്ട്, ബാബു എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനാണ് സകലതിനും. ഈ വീടിന്റെ മൊത്തം താളം തെറ്റിച്ചതും കൂട്ടുനിന്നതും എല്ലാം ഈ ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പോലീസ് കേസ് കൊടുത്ത് ഒത്തീർപ്പാക്കിയെല്ലാം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ബാബുവാണ് വിളിച്ച് കൊണ്ടുപോകുന്നത്. നേരിട്ട് നമ്മുടെ വീട്ടിൽ ഫോൺ ചെയ്യത്തില്ല. ഈ ബാബുവിന്റെ കൂട്ടുകാരന്റെ ഫോണിൽ വിളിച്ചാണ് ബാബുവാണ് ഇയാളെ എത്തിച്ചു കൊടുക്കുന്നത്. ഇവരെവിടുന്ന് ഇവിടെ വന്ന് താമസിക്കുന്നവരാണോ അയൽക്കാരിയാണോ? ആരാണ് ഇവര്? ഈ നാട്ടുകാരിയാ. പിന്നെ ഇവര് തമിഴ്നാട്ടിലാണ് കെട്ടിച്ചത്. അവിടെ പിന്നെ തെങ്കാശി ശരവണൻ എന്ന് പറയുന്നതാണ് ഇവരുടെ ആദ്യ ഭർത്താവ്. അതിനകത്ത് അവർക്ക് ഒരു മോനുണ്ട്. ശരവണന്റെ ഒരു അയൽവാസിയാണ് ഈ മാരിമുത്തു എന്ന് പറയുന്നത്. അയാളെയും കൊണ്ട് ഇവിടെ വന്ന് താമസമായി ഒരു കുഞ്ഞുണ്ട്. പിന്നെ പല പുരുഷന്മാരുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. അത് ഈ കോളനിയിലെ സകല ജനങ്ങൾക്കും അറിയാവുന്നതാണ്. ഇതിപ്പം ഞങ്ങളെ ഉപേക്ഷിച്ച് ഈ 2 മാസം അവിടെ പോയി നിന്നപ്പോഴും ആ ഒരു വ്യക്തിയായ, അതായത് ഈ വീടുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെ അവർക്കൊപ്പം താമസിക്കുകയായിരുന്നു. അതെ. അവിടെ വെച്ചാണ് മരണപ്പെടുന്നത്. അതെ, അവിടെ വെച്ചാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇതിനു മുമ്പ് ഒരാഴ്ചക്ക് മുമ്പ് ഒരു വർക്ക്ഷോപ്പുകാരൻ സുനിലെന്നും പറഞ്ഞ് വന്ന് ഇദ്ദേഹം കണ്ട് ചെന്ന് കണ്ടെന്നോ അയാളെ അടിച്ച് അത് ഇവരുടെ വേറൊരു കാമുകനാണ്. മറ്റൊരു കാമുകന്, ഈ സ്ത്രീയുടെ മറ്റൊരു കാമുകൻ. അതിനുശേഷമാണ് സനീഷ് മരണപ്പെടുന്നത്. അതിനുശേഷമാണ് ഈ മരണങ്ങളൊക്കെ ഈ മരണം സംഭവിക്കുന്നത്. ഈ സനീഷണം മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെയും ഈ കക്ഷിയെ വിളിച്ച് ഈ സുനിലുമായിട്ടുള്ള ഫോൺ കോളുണ്ട്. അത് കണ്ടുപിടിച്ചതിൻ്റെ പേരിൽ അവിടെ വഴക്ക് നടന്നെന്ന് പരിസരവാസികൾ പറയുന്നു. ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ പോയി. ഇതെല്ലാം ഞങ്ങൾ മരണം അറിഞ്ഞാണ് തിരിച്ചു വരുന്നത്. ഇവിടെ അമ്മയും സഹോദരനും. നിങ്ങളോട് ആരായിരുന്നു മരണം വിളിച്ച് പറഞ്ഞത്? അങ്ങനെയൊക്കെ മരണം വിളിച്ചു പറഞ്ഞത് മോടെടുത്താണ് മരണം വിളിച്ചു പറഞ്ഞത്. മോടെടുത്ത് ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒരു പെങ്ങടെ മോൻ വിളിച്ചു പറഞ്ഞു, കണക്ക് മാമിന് സുഖമില്ല, കണക്ക് ഒതളങ്ങ കഴിച്ച്. അവരും കഴിച്ചെന്നാണ് പറഞ്ഞത്. കണക്ക് ഹോസ്പിറ്റലിലാണ് മരണം സംഭവിച്ചെന്ന്. പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരിയെ വിളിച്ച് ചോദിച്ചപ്പം അവരറിഞ്ഞിട്ടില്ല സംഭവം. ഇവരാരും മരണം അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഇതണക്ക് കൊണ്ടുപോകുന്ന കണ്ടെന്ന് പറഞ്ഞു. 2 മണിയായപ്പം ഇങ്ങനെ കാറിനകത്ത് ഒരു 13 വയസ്സുള്ള മകൻ കാർ ഓട്ടിച്ച് കൊണ്ടുപോകുന്നു. ആരാ അതിനകത്ത് കിടക്കുന്നതെന്ന് വ്യക്തമായി കണ്ടില്ല. 2 മണി വെച്ചാൽ ഉച്ചയ്ക്ക് 2 മണി. ഓക്കെ, അതായത് ഏപ്രിൽ 17-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയോട് കൂടി. അപ്പം അയാള് പൂർണ്ണമായിട്ടും കണ്ടില്ല. അത് നിങ്ങൾ അറിഞ്ഞത് രാത്രിയോട് കൂടിയാണ്? ഞങ്ങൾ അറിഞ്ഞത് രാത്രിയോട് കൂടി 9 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ ഈ പ്രദേശവാസി തന്നെ ആയിട്ട് പോലും ഉച്ചയ്ക്ക് മരണം സംഭവിച്ചിട്ടും ആ സമയത്ത് നിങ്ങളെ അറിയിച്ചില്ല? ബി പി കൂടി കൊണ്ടുപോകണമെന്നാണ് അവള് വഴിനീള എല്ലാവരോടും പറഞ്ഞത്. അങ്ങനെയാ പറഞ്ഞിട്ട് പോകുന്നത്.
ഓക്കെ അപ്പൊ ഞാൻ കാണുമ്പോഴും വണ്ടിയിൽ അവളുടെ മടിയിൽ സ്നേഷണം കിടപ്പുണ്ട്. അവളുടെ 10, 13, 14 വയസ്സുള്ള മോനാ വണ്ടി ഓടിക്കുന്നത്. കൂടെ അയലത്തുള്ള അതേ പ്രായമുള്ള ഒരു കൊച്ചു പയ്യനും, അത്ര പേരെ ആ വണ്ടിയിലുള്ളൂ. അപ്പോഴും നമ്മൾ അറിയുന്നില്ല ഇത് എന്തുവാ സംഭവം, ഇങ്ങനെയാണെന്നൊന്നും അറിയുന്നില്ലല്ലോ. പിന്നെ വൈകിട്ടാണ് ഇതുപോലെ ഇവള് വിളിച്ച് എന്നോട് ഇങ്ങോട്ട് അന്വേഷിക്കുക, ഇങ്ങനെ സംഭവം ഉണ്ട്, നീ വല്ലതും അറിഞ്ഞോ? ഞാൻ പറയില്ല, ഇതുവരെ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയും. പിന്നീട് 9 മണിയോളം ആയപ്പോൾ ഇവളെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നു. ഓക്കെ. ഈ സംഭവത്തിൽ ചില കാര്യങ്ങളുണ്ട്. കാരണം ഈ ഒതളങ്ങ എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞാൽ കഴിച്ചാൽ മരിക്കും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് മരിക്കത്തില്ല. എങ്ങനെയാണ്? ഒതളങ്ങ കഴിച്ച ഒരുപാട് പേര് നേരത്തോടും നേരമായിട്ടും ഛർദ്ദിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് രക്ഷപ്പെട്ട ഒരുപാട് പേര് നമ്മുടെ ചുറ്റത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ഇവള് പറഞ്ഞിരിക്കുന്ന 2 മണിക്ക് ശേഷം കടിച്ച് ചവച്ച് തിന്നുന്നതാണ്. അപ്പൊ 2:15 ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ കഴിക്കുന്നത് കണ്ടോണ്ട് നിൽക്കുമായിരുന്നു. അവള് കണ്ടെന്ന് അങ്ങനെയാണ് പറഞ്ഞത്, ചവച്ച് തിന്നെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2:15 വയറ് കഴുകി അപ്പൊ തന്നെ മരണം. ഈ ഒതളങ്ങ നമ്മൾ കഴുകുമ്പോൾ എന്തായാലും കടിച്ച് ചവച്ച സാധനം തുള്ളി കുടുങ്ങി വരും. പിന്നെ അപ്പോഴേ മരണം സംഭവിക്കത്തില്ല. അല്ലെങ്കിൽ ഇവള് നേരത്തെ എന്തെങ്കിലുമൊക്കെ വിഷം അതിനകത്ത് കൊടുത്തിട്ട് ഞാൻ ചാകൂന്ന് പറഞ്ഞ് ഇവള് തൊലി തിന്നു. കുഞ്ഞ് പറഞ്ഞത് അവളുടെ കുഞ്ഞിനോട് ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ ചോദിച്ചത്, അമ്മ മാങ്ങ പറിച്ച് കുരു പപ്പായ്ക്ക് ജ്യൂസ് എടുത്ത് കൊടുത്ത് അമ്മ തൊലി തിന്നു എന്നാണ്. അപ്പൊ ഈ വഴക്ക് നടന്നപ്പോ ഒരു പക്ഷെ ഇവള് ചാകൂന്ന് പറഞ്ഞ് തൊലി തിന്ന് കാണിച്ചപ്പം അദ്ദേഹം വേണമെങ്കിൽ ചിലപ്പോ കുരു ചവച്ച് കാണിച്ചിട്ടുണ്ടാവാം. അത് പക്ഷെ അതിന് മുൻപേ ഇവള് കൊടുത്തിട്ടുണ്ട്. ഈ കഴിച്ചതായിരിക്കത്തില്ല, അതിന് മുന്നേ ചിലപ്പോൾ ഈ സംഭവം അകത്ത് ചെന്നിട്ടുണ്ടാവും. ഏതെങ്കിലും രീതിയിൽ അവൾ വിഷം കൊടുത്തിട്ടുണ്ടാവും. അതിന് ഇത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം കൂടെ പിള്ളേരും ഉണ്ടായിരുന്നു പറഞ്ഞപ്പോ. ഇതിന് മുന്നേ ഉള്ള ദിവസങ്ങളിൽ അദ്ദേഹം ജ്യൂസോ അങ്ങനെയൊക്കെ കുടിക്കാറുണ്ടെന്ന് ഇവിടെ ആള് ടിപ്ടോപ്പ് ആയിട്ടൊക്കെ നടക്കുന്ന കണ്ടപ്പം ആരുടെയൊക്കെ കൂട്ടുകാർ ചോദിച്ചപ്പോ പറഞ്ഞു എന്റെ ഇപ്പോഴത്തെ ഭാര്യ എനിക്ക് എന്നും ജ്യൂസ് അടിച്ചു തരുവാടാ, അതാ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നേന്ന് പറഞ്ഞു. നല്ല കെയറിങ് ആണ്. നല്ല അടുത്ത സമയത്തായിട്ട്, അതായത് ഇവിടെ നിന്ന് പിണങ്ങി അവരോടൊപ്പം താമസിക്കുന്ന സമയത്ത് സനീഷ് അത്യാവശ്യം കുറച്ച് ശാരീരികമായിട്ടൊക്കെ പുഷ്ടി ഉണ്ടായി. അപ്പൊ നാട്ടുകാർ ചോദിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു നിലവിൽ താമസിച്ചിരുന്ന ഭാര്യ ജ്യൂസ് ഒക്കെ അടിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ എന്തെങ്കിലും ആകാമെന്നാണോ? ഒരിക്കൽ അങ്ങനെ ആയിരിക്കും. ഇവള് ഈ സുനിലുമായിട്ടുള്ള വിഷയത്തിന് ശേഷം എന്നോട് പറഞ്ഞിട്ടുണ്ട് അവള് ഇനി എൻ്റെ അടുത്തോട് തിരിച്ചു പോകണേ. അന്ന് ഇവള് ആദ്യം എൻ്റെ അടുത്തിന് തിരിച്ച് മാപ്പും പറഞ്ഞ് ഇദ്ദേഹം വന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ ഷീജയെ കണ്ട് സംസാരിച്ചു. കരുനാഗപ്പള്ളി പിന്നെ നമ്മുടെ എന്തുവാ ഇതുണ്ടല്ലോ ആര്യാസ് ഹോട്ടൽ വെജിറ്റേറിയൻ, അവിടെ ഞങ്ങൾ ഇവിടെ വിളിപ്പിച്ച് ഞാനും ഉണ്ട്, ഒരു അനുജ എന്ന് പറഞ്ഞൊരു കുട്ടികളുണ്ട്. ഞങ്ങൾ ഒരു വീട് പോലെ കഴിയുന്നവരായിരുന്നു ഞങ്ങൾ. ഇവള് വന്നതിന് ശേഷമാണ് ഞങ്ങളെ രണ്ടുപേരെ അകറ്റിക്കളഞ്ഞു. ഈ അൻലയുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റി ഞങ്ങൾ ആരും അല്ലാതാക്കിയത്. അത് ഇത്രയും വർഷവും 16 വർഷം കൊണ്ട് ഞങ്ങൾ ഒരു വീട് പോലെ കഴിഞ്ഞവരായിരുന്നു. പക്ഷെ ഇവള് കേക്ക് കയറിയപ്പോൾ ഞങ്ങൾ അന്യരായി മാറി. എന്നിട്ട് ഈ തിരിച്ച് സിനിഹണ്ണ ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ വിളിപ്പിച്ചവിടെ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു പോട്ടെ ശരിയാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അവർ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. ഇല്ല ഇനി എനിക്ക് വേണ്ട, പക്ഷെ ഇനി അണ്ണ എന്നെ തിരിച്ച് എൻ്റെ അടുത്തോട്ട് വന്നാ ഇനി ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അഥവാ അയാൾ പോകുമെന്ന് കണ്ടാൽ ഞാൻ ഒന്ന് ശവമായിട്ടേ വിട്ടു കൊടുക്കത്തുള്ളൂ അവൾ എന്നോടും ഈ അനുജ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പലരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഇവർക്ക് തോന്നിക്കാണും, തിരിച്ചു പോകുമെന്ന് തോന്നിക്കാണുമായിരിക്കും. ഈ അനിലെ കാണാതായപ്പോൾ എല്ലാവർക്കും തിരക്കിയെന്ന് പറയുന്നത്. അനിലെ കണ്ടവരുണ്ട്, എവിടെയാണെന്ന് അറിഞ്ഞ വിളിച്ചോന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്, ചെന്ന് തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർക്ക് തോന്നിക്കാണും ഇനി ഇയാൾ പോകും. അപ്പൊ സുനിലുമായിട്ടുള്ള വിഷയം കൂടായപ്പോ തിരിച്ചു പോകുമെന്ന് തോന്നിക്കാണുമായിരിക്കും. അനിലെ കാണാതായോ? അങ്ങനെ സംഭവം അനില ജോലിക്ക് പോയായിരുന്നു. മോളത്ത് ഇവള് പരസ്യമായിട്ട് ഇവർ രണ്ടുമുള്ള ഇടപെടലെല്ലാം കണ്ടപ്പോ ഏതൊരു ഭാര്യയ്ക്കും സഹിക്കത്തില്ലല്ലോ. അപ്പൊ ഇവരങ്ങ് താമസം മാറി മോടെ കൂടെ അങ്ങ് പോയായിരുന്നു. അപ്പൊ അതിനുശേഷം ഇവർക്ക് തോന്നിയതാവാം ഇയാൾ തിരിച്ചു പോകും തോന്നി കാണുമായിരിക്കും. ഇപ്പൊ നിലവിൽ പോലീസ് എങ്ങനെയാണ് കേസ് അന്വേഷണം എങ്ങനെയാണ്? ഇപ്പം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് കേസ്. പെരുന്നാപ്പള്ളി പോലീസ് ആയിരുന്നു. അതിനകത്തൊരു കുരുവിള എന്നൊരു സാറുണ്ടായിരുന്നു. ആ സാറാണ് ഈ പീഡിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ഈ ഇതിന് സംഭവിക്കുന്നതിനൊക്കെ മുമ്പായിട്ട് തന്നെ ഈ പ്രശ്നങ്ങളായിട്ട് അവരുടെ പരാതിയായിട്ടൊക്കെ സ്റ്റേഷൻ ചെല്ലുമ്പോഴെല്ലാം ഈ സാർ എപ്പോഴും അവൾക്ക് സപ്പോർട്ടായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവളെ സംരക്ഷിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയാണോ പറയുന്നത് നിനക്കെന്തിനാ അവളെക്കാരും ഗ്ലാമർ ഉണ്ടല്ലോ മറ്റവർക്ക്, ഇതിനെയും കളാ, എന്നിട്ട് അവളുടെ കൂടെ കുരുവിള എന്ന് പറയുന്ന സാറ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന്, ഒരു പോലീസ് ഓഫീസറാ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെയാണ്. അതോ ഈ സാർ ഇവിടെ തുണി എടുക്കാൻ വന്നിരിക്കുക, ഇവർക്ക് തുണിയില്ലെന്നും പറഞ്ഞ് ഇവിടെ പരാതി പറഞ്ഞു. അവിടെ ചെന്ന് SI സാറ് നേരിട്ട് തുണി എടുക്കാൻ ഇവിടെ ജീപ്പുമായിട്ട് വന്നു. അങ്ങനെ നാട്ടുകാർ മൊത്തം എതിർത്ത് ഷീജയുടെ വീട് തുറക്കാനായിട്ട് നടന്ന വീട് തുറന്ന് തുണി എടുത്ത് കൊടുക്കാൻ അതിരാവിലെ ജീപ്പിനകത്ത് സാറും കൂടെ ഇവിടെ കൊണ്ട് വന്നു. അപ്പൊ ഇവിടെ ഉള്ള നാട്ടുകാർ അറിഞ്ഞ് തടഞ്ഞു. SI ഉൾപ്പെടെ വണ്ടി തടഞ്ഞ് സമ്മതിച്ചില്ല, തുറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അന്നേരം സാറ് പറയുന്നത് അവർക്ക് തുണിയില്ല, ഇത്ര 2 മാസങ്ങൾ ഒഴിവ് താമസിച്ചിട്ട് ഇവർക്ക് തുണിയില്ലായിരുന്നു.
അപ്പൊ അറസ്റ്റ് ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മുടെ ആരോപണം അവള് വന്നാ തിരിച്ചു വന്നു, അവള് തിരിച്ചിവിടെ വന്നു. ഇതാണ് സിനീഷിന്റെ അമ്മ. എനിക്ക് പറയാൻ വലുതായിട്ട് ഒന്നുമില്ല. എൻ്റെ മോന് ആത്മഹത്യ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യത്തില്ല. പക്ഷെ അവന് ഇവിടുന്ന് പിണങ്ങിപ്പോയി. പോയപ്പോഴും ഒരു ദിവസം ഞാൻ അവനോട് വിളിച്ചു പറഞ്ഞു, നീ നിന്റെ പിള്ളേരം കളഞ്ഞിട്ട് നീ ഇങ്ങനെ നടക്കുന്ന എന്താന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് ഏറ്റിച്ചു. മദ്യപിക്കുമായിരുന്നോ? ആദ്യമേ മദ്യപിക്കുമായിരുന്നു. പക്ഷെ ആ മദ്യപാനമൊക്കെ അങ്ങ് നിർത്തി. അവൾ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയൊക്കെ നിർത്തി. അവൾ നല്ല ജീവിതത്തിൽ ജീവിച്ചു വന്നതാണ്. അവളെയും പിള്ളേരെയും ഒരു കാരണവശാലും സങ്കടപ്പെടുത്തിയിട്ടുമില്ല. അവർ നല്ല ജീവിതത്തിൽ ജീവിച്ചു വന്നതാ. അത് കണ്ടപ്പോഴാണ്. അത് തന്നെയല്ല ഇവളെ വിളിച്ചു. സ്ത്രീക്ക് മറ്റേതെങ്കിലും മദ്യമോ കഞ്ചാവോ കച്ചവടം അങ്ങനെ എന്തെങ്കിലും? അവക്ക് കഞ്ചാവുണ്ട്, MDM ഉണ്ട്, പിന്നെ മദ്യം ഉണ്ട്. കഞ്ചാവ് എന്ന് പറഞ്ഞ കഞ്ചാവ് പിന്നെ മൊബൈലിൽ ഇട്ട് കൊടുത്ത അവൻ മൈനാപ്പിൾ ഇന്നപ്പം മൊബൈലിൽ ഇട്ട് കൊടുത്ത് അത് അവര് മൊബൈലിൽ പിടിച്ചിട്ടുമുണ്ട്. എന്താണ് മൊബൈൽ? എങ്ങനെയാണ് മനസ്സിലായല്ലോ? വാട്സാപ്പിൽ ഫോട്ടോ അയച്ചു കൊടുക്കും. അത് കാണും ഈ ഷീജ. അത് കാണുമ്പം ഇദ്ദേഹം അങ്ങോട്ട് പോകും. അപ്പൊ ചാറ്റിങ്ങുകളൊക്കെ ആയിട്ട് സ്ക്രീൻഷോട്ടുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. കഞ്ചാവിന്റെ ഫോട്ടോയും അവള് ചാറ്റ് ചെയ്യുന്നത്. കഞ്ചാവ് വരുമ്പോഴത്തേക്ക് അറിയിക്കാനായിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കും. കഞ്ചാവ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഫോട്ടോ ഇട്ട് നിലവിനെ കൊടുക്കും. അപ്പൊ അത് കാണുമ്പം അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു ഇതല്ലേ. അപ്പൊ പെട്ടെന്ന് അദ്ദേഹം അപ്പൊ ഇത് സ്ഥിരമായിട്ട് കൊടുത്തു വന്നപ്പോഴത്തേനും അങ്ങ് ഷീജയുടെ അടിമയായിട്ട് മാറി. അത് മാത്രമല്ല മുൻപ് ഇവർക്ക് ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു. ഈ വീട്ടിലാണ് അവർ വാടകയ്ക്ക് അപ്പുറത്തൊരു വീട്ടില് മകനും താമസിക്കുന്നു. അപ്പൊ ഇവരുടെ മോള് SPC സ്റ്റുഡന്റ് ആണ്. അപ്പൊ ആ മോനെ അവിടെ നിന്ന് എക്സൈസുകാർ വന്ന് പിടിച്ചോണ്ട് പോയി. അപ്പം ഗർഭിണിയായിട്ട് നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. അപ്പൊ ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു, സാറേ വീട് ഗർഭിണി ഇന്ന് നാളെ പ്രസവിക്കാൻ നിൽക്കല്ലേ, പോട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ചു കൊണ്ടുവന്നു. ഇദ്ദേഹം ഇവിടുന്ന് മദ്യം എടുത്തുകൊണ്ട് ഓടിക്കൊണ്ടുപോയി അവിടെ എങ്ങാണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഭയങ്കരമായ തെറി പറയുന്നു. അപ്പം ഞങ്ങൾ ആരെയാന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത് ഇവിടുത്തെ കൊച്ചു ഒറ്റ കൊടുത്തത് കൊണ്ട് പിടിച്ചോണ്ട് പോയതാണെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് തുണിയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തു. നിരന്തരം ഒരു 5-6 ദിവസത്തെ ഇത് ആയപ്പോഴത്തേനും ഇവിടുത്തെ അദ്ദേഹവും എൻ്റെ ഭർത്താവും കൂടെ തന്നെ ഞങ്ങൾ പിള്ളേർ ഇവിടെ പഠിക്കുന്നുണ്ട്. കുറച്ച് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ ഇരിക്കുക ഇയാളെ തുണി വെച്ച് കാണിച്ചപ്പോൾ ഇയാൾ അവിടെ ഇട്ട് അടിച്ചു. ആ വൈരാഗ്യം അന്നേ അവൾക്കുണ്ട്. അന്ന് അവൾ ഇതെന്നെങ്കിലും ഞാൻ തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭിനയിച്ചു. പിന്നെ ഈ ഇവള് ഒളിവിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും ഞങ്ങൾ ചെല്ലുമ്പോൾ അവളുടെ അമ്മ പറഞ്ഞു അവളുടെ അച്ഛനെ അടിച്ചതിന്റെ പ്രതികാരം അവള് തീർക്കുകയാണ്. ഈ മരിച്ചേക്കുന്നത് എൻ്റെ ചേട്ടനാണ്. അപ്പോൾ തെറ്റ് ആരാണ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ശിക്ഷിക്കപ്പെടണം. അത് നിയമ നടപടി ഉണ്ടാകണം. അതിനുവേണ്ടി ചെറുപ്പത്തിലെ വിളിച്ച് ഇറക്കിക്കൊണ്ട് പോയതാ. അപ്പോൾ ആ നിയമത്തിന്റെ വഴി അവർ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അങ്ങനെ ഇവർ സുഖമായിട്ടൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന 2 കുഞ്ഞുങ്ങൾ കാലമായി അവർ പിന്നെ അത്രയ്ക്ക് അങ്ങ് സ്നേഹമായിട്ട് അവർ ജീവിച്ചതാ. ജീവിച്ചിങ്ങനെ വന്നപ്പോൾ അവർ ഈ സുനാമി വന്ന് ഈ നാട്ടിൽ വന്ന് ഈ അമ്മയുടെ വസ്തുവും വീടും സുനാമിക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ വന്ന് വീടുമൊക്കെ വെച്ച് ഞങ്ങൾ താമസമൊക്കെ ആയി. അങ്ങനെ ഈ കുറേ കാലം ഇങ്ങനെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവരിങ്ങനെ ഈ നാട്ടിൽ താമസത്തിന് വന്നത്. അപ്പം ഇവരെല്ലാം കൂട്ടുകാരായിരുന്നു. താമസത്തിന് വന്നപ്പം എവരുമായിട്ടാണ് കൂടുതൽ അങ്ങ് അടുത്ത്. എൻ്റെ മോളെന്ന് പറയുന്നത് എല്ലാവരോടും അങ്ങ് സ്നേഹം കാണിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വിളിച്ച് ഇതിനകത്തങ്ങ് സ്ഥിരമായ നടക്കുന്ന ആഹാരവും കഴിച്ച് സുഖമായിട്ടൊക്കെ അങ്ങനെ പോകുന്നതായിരുന്നു. പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം മോളോട് പറഞ്ഞു, മോളെ നാളെ നീ തലയെ കൈയും വെച്ച് കരയരുത്. അന്നേരം എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് ഇത് പറയാനേ അറിയാവോ, വേറൊന്നും പറയാൻ അറിയത്തില്ലെന്ന് വേറെ എന്നോട് ചോദിച്ച്. ഞാൻ പറഞ്ഞു നിന്റെ ഇഷ്ടം, നീ അങ്ങനെ അങ്ങ് നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ എന്നപ്പോൾ ഉണ്ട് കഴിഞ്ഞ പിന്നെ ഓണം അടുപ്പിച്ച് മോളും പിള്ളേരുമായിട്ട് വീട്ടിൽ വന്നു. ഞാൻ ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ വരുവാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ മോളെ അന്നാ വാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോളും കൊച്ചുമക്കളും കൂടെ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം കൂട്ടുകാരൻ എന്ന് പറഞ്ഞ ബാബു എന്ന് പറഞ്ഞ കൂട്ടുകാരനും എൻ്റെ മരുമോനും കൂടെ അവിടെ വന്നു മുറ്റത്ത് വന്നു. എൻ്റെ മരുമോൻ എന്നോട് മിണ്ടുന്നതല്ല നോക്കുന്നതുമില്ല. ഈ ബാബു എന്നോട് കർശനമായിട്ട് കയറിയത്, മോളെ ഒരുങ്ങ് വീട്ടിൽ പോവാ, പിന്നെ അവൻ പഴയതൊക്കെ മറന്ന് കുഞ്ഞുങ്ങളെ നിന്നെ സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ്. അന്നേരം ഇവരുന്ന ലക്ഷണമൊന്നുമില്ല. അപ്പം കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എവിടെ മനസ്സങ്ങ് മനസ്സ് മാറി തന്നെ പിള്ളേർ രണ്ടും പറഞ്ഞ് അമ്മ വേണമെങ്കിൽ പോ പപ്പയുടെ അവിടെ, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ അമ്മമ്മയുടെ കൂടെ നിൽക്കുകയെന്ന് പറഞ്ഞു. ഈ പെണ്ണ് ഈ പ്രശ്നം കഴിഞ്ഞ് ഈ പെണ്ണ് ഒളിവിലായിരുന്നു. 23-ാമത്തെ ദിവസമാണ് ഷീജയുടെ വീടപ്പുറത്ത് അവിടെ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ അറിഞ്ഞ് ഇവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം അവിടെ ചെന്ന് ഷീജയുടെ വീട്ടിൽ ചെന്ന് വിഷയമായി കരുനാഗപ്പള്ളി പോലീസിലോട്ട് വിളിച്ചു പറഞ്ഞ് അവിടെ നിന്ന് SI സാറും വേറെ 2-3 പോലീസുകാരും കൂടെ വന്നിട്ട് പറഞ്ഞ് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. ഷീജ എടുത്ത് പറഞ്ഞു.
ഷീജയുടെ വണ്ടിയിൽ തന്നെ സ്റ്റേഷനിൽ വന്നു. എന്നിട്ട് രാത്രി പറഞ്ഞ് നിങ്ങൾ പോയിക്കോ, നാളെ രാവിലെ 10 മണിക്ക് 2 കൂട്ടരും മരണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് 9 മണിയായപ്പോഴത്തേക്ക് കാണുന്നത് ഷീജയുമായിട്ട് ഇവിടെ തുണിയെടുക്കാൻ വന്നതാണ് SI സാർ. അത് രാവിലെ തന്നെ വന്നു. കുരുവിള സാറ് പോലീസ് തുണി എസ്കോർട്ടോട് കൂടി തുണിയെടുക്കാൻ വരാൻ ഈ ഷീജ എന്താ വലിയ സംഭവമാണ്? അതറിയത്തില്ല. ഇവിടെയുള്ള പെണ്ണുങ്ങൾ അത് ചോദിച്ചു. ഈ 23 ദിവസവും ഈ പെണ്ണ് തുണി എടുക്കാതായിരുന്നോ നിന്നത് സാറേ എന്ന് ചോദിച്ചു. അങ്ങനെ സാറങ്ങ് അപ്പോഴേ മടങ്ങിപ്പോയി. അത്രയ്ക്ക് സപ്പോർട്ടാണ് ഷീജയ്ക്ക് ഈ SI സാറ്. SI സാറാണ് ഈ കേസ് ഇങ്ങനെ വഴിതിരിച്ച് വിടാൻ അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയി. അപ്പൊ അവിടെ നിന്ന് ഒരു സ്റ്റേഷനിൽ അദ്ദേഹം ഇല്ല. അതുപോലെ വേറെ 3-4 നിലവിൽ ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിലാണ്. ഇപ്പം ക്രൈംബ്രാഞ്ചിനെ ഒപ്പിട്ടെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് അവിടുന്ന് CSR പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു ആക്ഷൻ കൗൺസിലിംഗ് ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഇതെല്ലാം രൂപീകരിച്ച് എല്ലാം റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഇനിയുള്ള കാര്യങ്ങൾ ആ കമ്മീഷൻ മുഖേനയായിരിക്കും ഞങ്ങൾക്ക് അറിയാൻ കഴിയുക. കാരണം ഞങ്ങളെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് ബന്ധുക്കളും നാട്ടുകാരും കൂടെ മുന്നിട്ടിറങ്ങി പരമാവധി ശ്രമിക്കുമ്പോഴും നിയമ തടസ്സങ്ങൾ ഞങ്ങൾക്ക് ഒരുപാടുണ്ടായിരുന്നു. കാരണം നമ്മൾ പോകുന്നിടത്തെല്ലാം ഏകദേശം ഇവർക്ക് പണമുണ്ട്, ഞങ്ങൾക്ക് പണമില്ല മാഡം. അപ്പം പണമുള്ളവരുടെ കൂടെ ഇന്ന് നിയമം നിൽക്കത്തുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ ഞങ്ങൾ എവിടെ ചെന്ന് മുട്ടിയാലും അവളെ ന്യായീകരിക്കാനാണ് കൂടുതൽ പേരും മുന്നിട്ട് നിൽക്കുന്നത്. കൊലപാതകമല്ല, അയാൾ കഴിച്ചതാണ്, തെളിവുണ്ടോ, തെളിവുകളും ഇത്രയും മാസങ്ങൾക്ക് ശേഷം അന്നൊക്കെ ഈ പരാതി കൊടുത്തെങ്കിൽ ഒരു പോലീസുകാർ പോലും ആ വീടൊന്ന് തുറന്നു നോക്കുമോ, ഇവിടെ വന്ന് എന്താണെന്ന് തിരക്കാനോ വന്നിട്ടില്ല. മാസങ്ങൾക്ക് ശേഷം വരുമ്പോൾ ആ വീട്ടിനകത്ത് എന്ത് തെളിവാണ് കിട്ടുക? ഒന്നുമില്ല. അപ്പൊ അവർക്ക് തെളിവില്ല എന്നാണ് അവർ പറയുന്നത്. ഈ സംഭവം നടന്നത് ഏപ്രിലാണ്. ഏകദേശം 5 മാസത്തോളമായിരിക്കുന്നു ഈ സംഭവം നടന്നിട്ട്. പക്ഷെ ഇതുവരെയായിട്ടും ഈ കേസിന്റെ അന്വേഷണത്തിൽ യാതൊരുവിധ പുരോഗതിയുമില്ല. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള ദുരൂഹമായ ചില കാര്യങ്ങൾ, അവശേഷിപ്പുകൾ ഈ സംഭവത്തിലുണ്ട്. ഈ മരണകാരണം എന്താണെന്നുള്ളത് ഒതളങ്ങ കഴിച്ചു തന്നെയുള്ള മരണമാണോ, അതോ ഭീഷ്മയുടെ ഒരു കേസ് പോലെ തന്നെ ജ്യൂസിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷം കലക്കി കൊടുത്ത് കൊലപ്പെടുത്തിയതാണോ? ഇക്കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളാണ്. ആ നിയമ സംവിധാനങ്ങൾ ആർക്ക് കുടപിടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിത്, വിസ്മയ ന്യൂസ്.